أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فتلقى آدم من ربه كلمات فتاب عليه إنه هو التواب الرحيم. صدق الله العظيم. ആദം അലൈഹിസ്സലാം വിരോധിക്കപ്പെട്ട കനി തിന്നപ്പോൾ വല്ലാത്ത പ്രയാസവും വിഷമവും ദുഃഖവും സങ്കടവും ഒക്കെ അവരെ അലട്ടിയ സമയത്ത് അള്ളാഹു തന്നെയാണ് മാപ്പ് ചോദിക്കാനുള്ള വാക്കുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതിൽ ആദ്യമായി മനസ്സിലാക്കാനുള്ള അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൻ്റെ, അവൻ്റെ കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ വിശാലതയാണ്. തിന്നരുത് എന്ന് പറഞ്ഞ് തിന്നു. ഇനി അള്ളാഹു താല പശ്ചാത്താപം സ്വീകരിക്കാനുള്ള വാക്കുകൾ ഇറക്കി കൊടുക്കുന്നതും പഠിപ്പിച്ചു കൊടുക്കുന്നതും സെലക്ട് ചെയ്യുന്നതും അള്ളാഹു തന്നെയാണ്. ഫതലഖ ആദമു, ആദം അലൈഹിസ്സലാം സ്വീകരിച്ചു, മിർ റബ്ബിഹി, തൻ്റെ റബ്ബിൽ നിന്ന്, കലിമാത്തിന്, ചില വാക്കുകൾ പഠിച്ചു, സ്വീകരിച്ചു. ഫതാബ അലൈഹി, അത് വെച്ച് അള്ളാഹിനോട് മാപ്പ് ചോദിച്ചു. ഫതലഖ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. കാരണം അള്ളാഹു ധാരാളമായി തൗബ സ്വീകരിക്കുന്നവനും കാരുണ്യവാനുമാണ്. ആദ്യമായി അള്ളാഹു കലമുകൊണ്ട് ലൗഹിൽ എഴുതിയത് അന തവ്വാബുർ റഹീം എന്നാണ്. തവ്വാബ്, റഹ്മത്ത്, റഹീം, റഫത്ത്, മഹബത്ത്, അഫ്വ്, ഇതിന്റെ മേലിൽ അറിയിക്കുന്നതാണ് അള്ളാഹുവിന്റെ അഡ്രസ്. കതബ റബ്ബുക്കും അലാ നഫ്സിഹി റഹ്മ. നമ്മുടെ ഏറ്റവും വലിയ സമാധാനം അതാണ്. ഹിദായത്തെ നിലനിർത്താൻ വേണ്ടി നമ്മൾ ചോദിക്കേണ്ട കാര്യം അള്ളാഹു തന്നെ നമ്മളെ പഠിപ്പിച്ചത്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ഇങ്ങനെ ദ്വാരുന്നാ മതിയെന്ന് അള്ളാഹ് പറഞ്ഞു തരാണ്. എന്നോട് ഇങ്ങനെ ദ്വാരുന്നാ മതിയെന്ന്. അതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒരു പേരുണ്ട്, സൂറത്തു തഅലീമിൽ മസ്അല. എങ്ങനെയാണ് പടച്ചവനോട് ചോദിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന സൂറത്ത് എന്ന്. ഇത് ഇറക്കി തരുന്ന ആരാണ്? അള്ളാഹു തന്നെയാണ്. ആദം അലൈഹി ഇസ്ലാമിനെ ഇറക്കി കൊടുത്ത് കലിമാത്ത് എന്താണ്, അതാണ് രണ്ടാമത്തെ ചർച്ച. അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഒരു 8ഓളം അഭിപ്രായങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, വലിയ വലിയ ആളുകളെ തൊട്ട് വന്ന അഭിപ്രായങ്ങൾ. അതിലൊന്നതാണ് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക വബിഹംദിക അമിൽതു ബിസൂഇൻ വളലംതു നഫ്സി ഫഗ്ഫിർ ലീ ഫഇന്നക ഖൈറുൽ ഗാഫിരീൻ. ഇതാണ് കലിമാത്ത് എന്ന്. മറ്റൊരു അഭിപ്രായം സുബ്ഹാനക വബിഹംദിക അമിൽതു ബിസൂഇൻ വളലംതു നഫ്സി ഫർഹംനി ഫഇന്നക ഖൈറുൽ ഗാഫിരീൻ. രണ്ടാമത്തെ അഭിപ്രായം. മൂന്നാമത്തെ ഒരു അഭിപ്രായം റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ, പ്രധാനപ്പെട്ട 3 അഭിപ്രായങ്ങൾ പറഞ്ഞു. വേറെയുണ്ട് ഒരുപാട്. അതിൽ നമ്മളെല്ലാവരും എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ദുആ ഇതാണ്, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അത് ഖുർആൻ പറഞ്ഞതുകൊണ്ട്. ഇനി ഇത് എപ്പോഴാ ദുആയിരുന്നത്? അത് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചേർത്ത് വെച്ച് മനസ്സിലാക്കിയാൽ ഒരു കാര്യം ബോധ്യപ്പെടും. സ്വർഗത്ത് തന്നെ ദുആ തുടങ്ങിക്കണം, പുറത്താക്കണതിന് മുമ്പ് തന്നെ. ഭൂമിക്ക് വരുന്നതിന് മുമ്പ് അവിടെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇഹ്ബിത്തു എന്നുള്ള 2 വട്ടം പറഞ്ഞു, ഇടയിലാണ് ഇത് പറഞ്ഞത്. ആദ്യം ഒന്ന് പറഞ്ഞു ഖുൽ അഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയൻ ഖുൽ അഹ്ബിതു മിൻഹാ ജമീഅ എന്ന് ആദ്യം പറഞ്ഞു. ഖുൽ അഹ്ബിതു മിൻഹാ എന്ന് ആദ്യം പറഞ്ഞു. ഇതിന്റെ നേരെ മുമ്പ് അതാണ് പറഞ്ഞത്. ഫഅസല്ലഹുമ ശൈത്വാനു അൻഹാ ഫഅഖ്റജഹുമാ മിമ്മാ കാനാ ഫീ
വഖുൽന ഹബിതു ബഅദുകും ലിബഅദിൻ അദുവ്വും വലക്കും ഫിൽ അർളി മുസ്തഖറും വമതാഉൻ ഇലൈൻ. ഈ ആയത്തിന്റെ നേരെ മുമ്പുള്ള ആയത്ത് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ആയത്തിന്റെ നേരെ ശേഷം വരുന്ന ആയത്തിലും ഇഹ്ബിതു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ട് ഇഹ്ബിത്തുവിന്റെ ഇടയിലാണ് ഫതലക്ക ആദമു എന്ന് വന്നത്. അപ്പൊ അതുകൊണ്ട് ചില മഹാന്മാര് പറയുന്നുണ്ട്, ഭൂമിയിലേക്ക് ഇറക്കി വിടുന്നതിന്റെ മുമ്പ് തന്നെ പശ്ചാത്താപം തുടങ്ങിയിട്ടുണ്ട്. ഒന്ന്, അങ്ങനെയാണെങ്കിൽ അവിടെ സംശയം വരും. തൗബൊക്കെ ചെയ്താ പിന്നെ ഭൂമിക്ക് ഇറക്കണേൽ എന്താ അർത്ഥമുള്ളത്? പിന്നെ ആക്ഷൻ എടുക്കണത് ശരിയല്ലല്ലോ. കാരണം തൗബ ചെയ്താ സംഗതി കഴിഞ്ഞല്ലോ. അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബലാന്ന് ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. ആ തത്വം നേരത്തെ ഉള്ളതല്ലോ. തൗബ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ കഴിഞ്ഞു, പിന്നെ പിണക്കല്ല, പിന്നെ ആക്ഷൻ എടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ പിന്നെ തൗബ ചെയ്താ പിന്നെ എന്തിനാ സ്വർഗത്തുനിന്ന് ഇങ്ങോട്ട് ഇറക്കണെന്ന്? അതിന് മറുപടി, സ്വർഗത്തുനിന്ന് താഴെ ഇറക്കിയത് ശിക്ഷ ആയിട്ടല്ല, അത് അള്ളാന്റെ നേരത്തെയുള്ള പ്ലാനാണ്. കാരണം ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ എന്ന് ആദ്യം പറഞ്ഞേ. അല്ലാഹു തആല ആദം അലൈഹിസ്സലാം ഉദ്ദേശിച്ചത് സ്വർഗത്തിലല്ല, ഭൂമിയിൽ ഖലീഫ ആയിട്ടാണ്. അപ്പൊ അതിന്റെ അവസരായി. അല്ലെങ്കിലോ സ്വർഗത്തുനിന്ന് കച്ചറ അടിച്ച ഒരാളെ ദുന്യാവില് ഖലീഫാക്കുവോ? അങ്ങനെ ഉണ്ടോ? ഇപ്പൊ ഞാനിപ്പോ ഈ മഹലിൽ നിന്ന് കച്ചറ അടിച്ച് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇപ്പൊ സെക്രട്ടറിന്റെ വാച്ച് കട്ടെന്ന് വിട്ടു, അവിടെ ഊരി വെച്ചപ്പോ ഞാനേ കട്ടെടുത്ത്. അപ്പൊ ഇന്ന് ഈ മഹലിൽ നിന്ന് പുറത്താക്കിയിട്ട് ഇവര് വേറെ കോളേജിന്റെ പ്രിൻസിപ്പളാക്കി ചെയ്യാ, അങ്ങനെ ഉണ്ടോ? മനുഷ്യനെന്ന് പറഞ്ഞാൽ തല ഉണ്ടല്ലോ, കുറച്ച് ചിന്തിച്ചൂടെ? ഇവിടുന്ന് കച്ചറ അടിച്ച ഒരാളെ പിടിച്ചിട്ട് പുറത്താക്കിയാൽ വേറെ സ്ഥലത്ത് പ്രിൻസിപ്പളാക്കി ചെയ്യാ. ആദം അലൈഹിസ്സലാം അവിടുന്ന് കച്ചറ അടിച്ചൊന്ന് കൂട്ടുകയാണെങ്കിൽ അവിടുന്ന് പുറത്താക്കിയവനെ ഭൂമിയിൽ ഖലീഫാക്കല. അപ്പൊ അതൊരു ദേഷ്യം പിടിച്ചിട്ട് ശിക്ഷാ നടപടി എന്നൽക്കുള്ള ഒരു പുറത്താക്കലൊന്നുമല്ല. അതൊക്കെ ആ തെളിവും ഈ തെളിവും ആ ആയത്തും ഈ ആയത്തും ആ രേഖയും കുറെ കിതാബുകളൊക്കെ വെച്ചിട്ട് മനുഷ്യന്റെ അള്ളാഹു തന്ന മണ്ട കൊണ്ട് എന്തിച്ചവർ തീരുമാനം എടുക്കാൻ പറ്റും. ഒരു കാര്യം മാത്രം പഠിച്ചിട്ട് അവിടെ തന്നെ ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പ്രസംഗിച്ചാൽ പഴച്ചോവും ചെയ്യും. അതാണ് എല്ലാം കൂടി കണ്ട് മനസ്സിലാക്കിയിട്ട് ഒരു തീരുമാനം എടുത്താൽ ലാസ്റ്റ് മനസ്സിലായാലും ദേഷ്യം പിടിച്ച് പുറത്താക്കിയതല്ലേ. സമയമായി. അള്ളാഹ് ആദ്യം ഉദ്ദേശിച്ചത് ഇന്നി ജായിലും ഫിൽ അർളി ഖലീഫ എന്നല്ലേ, ഇന്നി ജായിലും ഫിൽ ജന്നത്തി ഖലീഫ എന്നല്ലല്ലോ. ആദ്യം തന്നെ അർളിൽ ഖലീഫ ആക്കാനാണ് ഉദ്ദേശിച്ചത്. അതിന്റെ സമയമായി. അതിന്റെ സമയമായി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തുനിന്ന് പോകാൻ പറഞ്ഞു. അതന്നെ ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം 200 കൊല്ലാണ് കരഞ്ഞത് എന്ന്. മറ്റൊരു ആയത്തിൽ ഞാൻ കണ്ടിട്ട് 300 കൊല്ലാണ് കരഞ്ഞത്. ഈ ആയത്തിന്റെ തഫ്സീർ റൂഹുൽ ബയാൻ എന്ന ഗ്രന്ഥത്തിൽ കാണാം 40 കൊല്ലം ആദം നബിയും ഹവ്വാബിയും ഒരു അന്നം കഴിച്ചിട്ടില്ല, ഒരു വെള്ളം കുടിച്ചിട്ടില്ല. സങ്കടം കൊണ്ട് തിന്നിട്ട് പോവല്ല. സുബ്ഹാനല്ലാഹ്. ഇനി ഒന്ന് കേട്ടോളി, 100 കൊല്ലം ഹവ്വാബിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ ഇല്ല എന്നാ. കാരണം ഒരു ഭാര്യ ഭർത്തൃ ബന്ധമൊക്കെ നടക്കണമെങ്കിൽ മനസ്സിനൊരു സ്വസ്ഥതയും സുഖവും വേണ്ടേ? അത് 100 കൊല്ലം ഉണ്ടായിട്ടില്ല എന്നാ. കാരണം ഇതിങ്ങനെ ചിന്ത വരും, തിന്നല്ലോ വേണ്ടാന്ന് പറഞ്ഞ് തിന്നല്ലോ. എന്നാ വൻദോഷാണോ? അല്ല. ചെറുദോഷാണോ? അല്ല. ഹറാമാണോ? അല്ല. ഇനി തെറ്റാന്ന് വന്നാൽ തന്നെ മറന്നിട്ടാവുമ്പോ തെറ്റുമല്ല. അതൊന്നും നബിമാരോട് പറയാൻ പറ്റില്ല, ഓൾക്ക് സങ്കടം കണ്ട് പൊട്ടും. അതാണ് അള്ളാഹ് തിന്നണ്ടാന്ന് പറഞ്ഞത് തിന്നില്ലേന്നാണ്. അപ്പൊ ഞമ്മളൊക്കെ എന്താ, ഞമ്മക്കൊക്കെ നോമ്പറക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഒരു 40 ദിവസത്തോളം ഒന്നും തിന്നിട്ടില്ല എന്ന് പറഞ്ഞു. വിശക്കാത്തോണ്ടല്ല, തിന്നിട്ട് ഇറങ്ങണില്ല. ഭക്ഷണത്തിന് മുമ്പിൽ ഇരിക്കുമ്പോഴേക്ക് ഈ ഓർമ്മ, തിന്നണ്ടെന്ന് പറഞ്ഞു തിന്നല്ലോ എന്നുള്ള ഓർമ്മ കൊണ്ട് വരും. അതിൽ തിന്നിട്ട് ഇറങ്ങില്ല 40 ദിവസം. അന്നൽക്കാണെങ്കിൽ പായസം മുഴുവൻ എനിക്ക് തിന്നാൻ പറ്റൂല. നിങ്ങൾക്ക് നല്ല രസമായില്ലേ? അതിന് ഞാൻ ഇന്നെ കൂട്ടിയത്. അതാണ് ആയുസ് മുഴുവനും നോമ്പറക്കാൻ എനിക്ക് പറ്റൂല, ഇക്കൽക്കിന് കൂട്ടുകയാണെങ്കിൽ. പക്ഷെ ഞമ്മക്ക് യാതൊരു പ്രശ്നമില്ല. നമ്മൾ 26 വരാൻ കാത്തിക്കണം എന്നൊക്കെ അറിയാന്. നമ്മളവസ്ഥ അപ്പൊ അതാണ്. അത് മൊത്തം മൂല്യരാണ്ട് ഏൽപ്പിക്കലാണ്. തോബയും കാര്യങ്ങളും സ്വർഗമൊക്കെ അങ്ങോട്ട് ഏൽപ്പിക്കലാണ്. മൂല്യരുടെ അടുത്താണ് പിന്നെ സ്വർഗമുള്ളത്. പിന്നെ മൂല്യര് അങ്ങനെയാണ്ട് മൈക്കോർന്നുകൊണ്ട് പറയും ആരും പോയാലും ജുമുഅ 27 പകലും കൂടി ഒത്തു വന്നാൽ ഭയങ്കര ജോറ. പിന്നെ മുക്കരി എണീച്ചിട്ട് പറയും ആരും പോയാലും തൗബുണ്ട് എന്ന് പറയും. അപ്പൊ ഖത്തീബ് പറയും ആരെ ഇറങ്ങി പോയാലും തൗബുണ്ട് എന്ന് പറയും. അതിൽ പെരുന്നാൾക്ക് ഗാനമേള സംഘടിപ്പാൻ ഉദ്ദേശിച്ച ആളുണ്ടാവും തോബക്ക് മുമ്പില്. അതാ വലിയ രസം. ഓൻ പെരുന്നാൾ ഒന്നിന് കണ്ണൂർ ആനനെ ബുക്ക് ചെയ്തിക്കണം, അങ്ങാടിയിൽ ഗാനമേളക്ക് ഓനുണ്ടാവും തോബക്ക് മുമ്പിലിരിക്കണം. അങ്ങനെ ജുമുഅയുടെ ശേഷം പേപ്പറും മടിയിൽ വെച്ചിട്ടൊരു പറച്ചിലാണ്.
ആകാശം പഠിച്ചോനെ. അപ്പൊ ഒരാൾ പറയും, എല്ലാരും പറയടാ, എല്ലാരും പറയും ആകാശം പഠിച്ചോനെ, ഭൂമി പഠിച്ചോനെ, ഭൂമി പഠിച്ചോനെ. അങ്ങനെ അങ്ങനെ കുറെ പഠിച്ചോനാണ്ട് വിളിക്കും. അങ്ങനെ അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കും, ഞങ്ങൾ ഇതുവരെ ചെയ്തതും കൂട്ടിയതും ചെയ്തതും കൂട്ടിയതും പറഞ്ഞതും കാട്ടിയതും പറഞ്ഞതും കാട്ടിയതും പൊറുക്കാട്ടേ എന്നാണ്ട് കേട്ട ആമീന്നാണ്ട് പറയും ചെയ്യും. ഇതേ ടേ പെരുന്നാക്ക് കൂട്ടും ചെയ്യും. തൗബൊക്കെ എങ്ങനെയുണ്ട് പറയും. തൗബ എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല, ഉള്ളിന്റെ ഉള്ളിൽ രൂപപ്പെടുന്ന ഒരു ഖേദത്തിനാണ് തൗബ എന്ന് പറയാ. മഹാന്മാര് പറയണേ, ആ ഖേദം കൽബിൽ പൊട്ടിയാല് പിന്നെ ഇനി പറഞ്ഞോളന്നില്ല, പറയണതിന് മുമ്പ് തന്നെ അള്ളാഹു തല പൊരുത്തപ്പെട്ടു വരുന്നതാണ്. ഖേദം പൊട്ടാതെ പറഞ്ഞിട്ടോട്ട് കാര്യമില്ല. അങ്ങോട്ട് നോക്കി, വലിയൊരു തെറ്റൊന്നുമല്ല. അന്ന് ഖേദം കണ്ട് പൊട്ടിയിട്ട് 200 കൊല്ലം ഇരുന്ന് കരഞ്ഞു എന്ന് പറഞ്ഞാല് അവരൊക്കെ മനസ്സും അള്ളാഹും തമ്മിലുള്ള ബന്ധം എത്രയാ. അങ്ങോട്ട് കരഞ്ഞു ദുനിയാവിൽ വന്നിട്ട്. ആഖിറത്തുനിന്നും തുടങ്ങി, റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. എന്താണ് ആ വാക്കൊക്കെ? റബ്ബനാ, പഠിച്ചോനെ, ഞങ്ങളുടെ റബ്ബേ, വലംനാ അൻഫുസനാ, ഞങ്ങൾ ശരീരത്തെ ആക്രമിച്ചിട്ടുണ്ട് റബ്ബേ. കാരണം അള്ളാഹ് ആദ്യം പറഞ്ഞിട്ടുണ്ട്, വലാ തഖ്റബ ഹാദിഹി ശറത ഫതകൂന മിനൽ ളാലിമീൻ. ഇങ്ങോട്ട് അടുത്തോണ്ട് അങ്ങോട്ട് അടുത്തുപോയ ശരീരത്തെ ആക്രമിച്ചവരിൽ പെടുന്നു പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ സംഭവിച്ചു റബ്ബേ എന്നായി പറയണേ. റബ്ബനാ വലംനാ അൻഫുസനാ, ഞങ്ങള് നീ ആ പറഞ്ഞ ളാലിമീങ്ങളിൽ പെട്ടു റബ്ബേ. വഇല്ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, വതർഹംനാ, ഞങ്ങളോട് കാരുണ്യം കൊണ്ട് പൊതിഞ്ഞിട്ടില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ പരാജിതരിൽ പെട്ടുപോകും പഠിച്ചോനെ, അതുകൊണ്ട് പുറത്തുകൊണ്ടാണ്. ഇനി ഒന്ന് ഞാൻ പറയാം, ഇവിടെ ഇബ്ലീസിന്റെ തന്ത്രം വിജയിച്ചിട്ടില്ല. അതും വേറൊന്ന് പഠിക്കേണ്ടതാണ്. ഇബ്ലീസിന്റെ തന്ത്രം വിജയിച്ചിട്ടില്ല. ഇബ്ലീസിനെ ഒരു നബിയെ തറ പറ്റിക്കാൻ പറ്റിയിട്ടില്ല. ഇബ്ലീസിന്റെ ലക്ഷ്യം പൂവണിഞ്ഞിട്ടില്ല. കാരണം എന്താ പറയുക, ഇബ്ലീസിന്റെ സത്യത്തിൽ ലക്ഷ്യം എന്നത് ആദം നബിനെ സ്വർഗത്ത് നിന്ന് പുറത്താക്കലല്ല, നുബുവത്ത് നിന്ന് പുറത്താക്കല. ഇബ്ലീസിനറിയാം ഈ ആള് ഭാവിയിൽ വരാൻ പോണ എങ്ങോട്ടാണ് എന്ന്. അവിടുന്നാണ് സോക്കട് തുടങ്ങിയത്. അപ്പൊ സ്വർഗത്തുനിന്ന് പുറത്താക്കലല്ല, മൂപ്പൻ ലാക്കാക്കിയത്. എവിടുന്ന് പുറത്താക്കലാണ്? നുബുവത്ത് നിന്ന് പുറത്താക്കലാണ്. അത് നടന്നിട്ടില്ല. മുന്നിക്ക് മൂപ്പര് പറയല സ്വർഗം തന്നെയാണ്, പക്ഷെ ഉള്ളിലുള്ളത് നുബുവത്ത് നിന്ന് പുറത്താക്കലാണ്. കാരണം മൂപ്പര് മൽഊനായി. ഇനി അതുപോലെ ഒരാളും കൂടി ആക്കണം, പക്ഷെ അത് നടന്നില്ല. കാരണം അള്ളാഹിന്റെ വല്യവനല്ലേ, ഇതൊക്കെ നിയന്ത്രിക്കണ അല്ലല്ലേ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കാണി. ഒരാളെടുത്ത് അബദ്ധത്തിൽ മറന്നുകൊണ്ട് സംഭവിച്ച ഒരു ചെറിയ വീഴ്ച കാരണത്താൽ 200 കൊല്ലം കരഞ്ഞു. മറ്റൊരാളോട് തൗബ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ അയാൾ ഞെളിഞ്ഞു നാണ്ട് പറഞ്ഞു, അന നാരിയുൻ വഹുവ തീനിയുൻ, അന നാരിയുൻ വഹുവ തീനിയുൻ. അങ്ങനെ പറഞ്ഞു, ഞാൻ നാരിയാണെന്ന് പറഞ്ഞാൽ നാറിന്ന് വന്ന ആൺകുട്ടിയാണ്, അത് മണ്ണിന്ന് വന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് കഴിയില്ലാന്ന്. ചെയ്ത തെറ്റിന് ന്യായം പറഞ്ഞുകൊണ്ട് പിന്നെയും വ്യാഖ്യാനിക്കാനാ നോക്കിയത്. എന്നാ ഇവിടെ ന്യായം പറയാൻ ഇവിടെ ഉള്ളത് അവിടെ ഇല്ല. ഇവിടെ ന്യായം പറയാണ്ട് ഒറ്റടിക്കാണ്ട് പറഞ്ഞാൽ മതി. ഞാൻ മറന്നതല്ലേ, മറന്നോനെന്താ? ഇപ്പൊ ഞാൻ പറ റമളാന്റെ പകല് ഭക്ഷണം കഴിച്ച എനിക്ക് തുക ചെയ്യേണ്ട കാര്യമുണ്ടോ? എന്നിട്ട് ഞാൻ അങ്ങനെ ഇരുന്ന കാര്യ. അതിന്റെ അർത്ഥം എന്താ? കൽബും അള്ളയും തമ്മിൽ അത്ര ബന്ധമുണ്ട് എന്നാണ്. ഇത് നബിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖേദബോധത്തിൽ പശ്ചാത്താപത്തിന്റെ കവാടം മുട്ടാൻ നമുക്കും അവസരം പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു അവസരം പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്, അതിൽ പ്രധാനപ്പെട്ട എല്ലാവരും എപ്പോഴും ഉപയോഗിക്കുന്ന ഇതാണ്. അതുകൊണ്ട് തൗബക്ക് ഏറ്റവും നല്ല വാക്കുകളിൽ ഒന്ന് ഇതാണ്, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഒരഭിപ്രായത്തിൽ കലിമാത്ത് എന്ന് പറഞ്ഞാല് ആദം അലൈഹിസ്സലാമിന് ഹജ്ജ് ചെയ്യാനുള്ള അമലുകൾ പഠിപ്പിച്ചു കൊടുത്തു. ഇന്നത്തെ പോലെ നമ്മൾ ചെയ്യുന്ന അതേ അർത്ഥത്തിലുള്ള ഹജ്ജല്ല അന്നത്തെ ഒരു ഹജ്ജ്. അതിനുള്ള അമലുകളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. ആ ഹജ്ജ് പൂർത്തിയായോടുകൂടി അള്ളി ആദം നബി തമ്മിലുള്ള സൗന്ദര്യപ്പണക്കം തീർക്കും ചെയ്തു. അതാണ് ഹജ്ജ്. അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം ആദം അലൈഹിസ്സലാം അവിടുന്ന് ഒരു തൗബയുടെ വാക്കുകൾ പറഞ്ഞു. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾക്കെന്ന് മാത്രല്ല ഇനി ഇതേപോലെ ഇവിടെ നിന്നിട്ട് അമൽ ചെയ്തിട്ട് ഇങ്ങനെ ദ്വാരക്കണം, നിങ്ങളെ മക്കളായ കോടാനക്കോടി മക്കൾക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്താൽ ഇതേപോലെ പണി ചെയ്താൽ നമ്മളെല്ലാം പുറത്തു കൊടുക്കുന്ന അന്ന് അള്ള പറഞ്ഞിട്ടുണ്ട് എന്ന് ഏകദേശം ഒരു 8000 കൊല്ലം മുമ്പ്.
അതാണ് ഇന്നും ഇതാ നോമ്പ് കഴിഞ്ഞാൽ കുറെ ആജിമാർ പോവും. അവർക്ക് അതിന്റെ ഔദാര്യം കൊണ്ട് കിട്ടുന്ന സമ്മാനാണത്. അള്ളാഹു നമുക്കും പലവട്ടം പോവാൻ തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. പടച്ചോനെ പറഞ്ഞതും കേട്ടതും കബൂലാക്കണേ അല്ലാഹ്. ഖൽബിൽ ഈമായിട്ടുള്ളൊരു ബന്ധം നൽകണേ അല്ലാഹ്. ഇൽമും ഹാലും അമലും നൽകണേ അല്ലാഹ്. നദ്മ നൽകണേ അല്ലാഹ്. ഇനാബത്ത് നൽകണേ അല്ലാഹ്. മാരിഫത്ത് നൽകണേ അല്ലാഹ്. ഇഖ്ലാസ് നൽകണേ അല്ലാഹ്. ഇഹ്സാൻ നൽകണേ അല്ലാഹ്. നൂറ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഖൽബ് തുറന്നു തരണേ അല്ലാഹ്. ശരീരത്തിന് ആരോഗ്യം നൽകണേ അല്ലാഹ്. സമയത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. സമ്പത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ആരോഗ്യത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അമലുകളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ചെയ്യുന്നതൊക്കെ കബൂലാക്കണേ അല്ലാഹ്. സയ്യിഅത്ത് ഹസനാത്താക്കി തരണേ അല്ലാഹ്. ജീവിതത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. അന്തസ്സ് നൽകണേ അല്ലാഹ്. സമാധാനം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ നിന്നിലേക്ക് റമളാൻ കൊണ്ട് അടുക്കുന്നവരിൽ പെടുത്തണേ അല്ലാഹ്. ദൂരെയാക്കപ്പെടുന്നവരിൽ പെടുത്തല്ലേ അല്ലാഹ്. നിന്നെയും ഹബീബിനെയും അങ്ങേയറ്റം സ്നേഹിക്കുന്നവരിൽ പെടുത്തണേ അല്ലാഹ്. പ്രകീർത്തിക്കുന്നവരിൽ പെടുത്തണേ അല്ലാഹ്. പ്രബോധകന്മാരിൽ പെടുത്തണേ അല്ലാഹ്. സേവകന്മാരിൽ പെടുത്തണേ അല്ലാഹ്. സഹായികളിൽ പെടുത്തണേ അല്ലാഹ്. ഖാദിമീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. ദായികളിൽ പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ സുരക്ഷിതത്വം നൽകണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, അനാരോഗ്യത്തിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന്, കടക്കണികളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പെടുന്നതിനുള്ള മരണങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ബാധ്യത പൂർത്തിയാക്കിയ സമയത്തല്ലാതെ മരിപ്പിക്കല്ല അല്ലാഹ്. ബോധമുള്ള സമയത്തല്ലാതെ മരിപ്പിക്കല്ല അല്ലാഹ്. ഒന്നും ബാക്കി വെച്ച് മരിപ്പിക്കല്ല അല്ലാഹ്. എല്ലാം തീർത്ത സമയത്ത് മാത്രം മരിപ്പിക്കണേ അല്ലാഹ്. അത് ഈമാനോടെ ആക്കണേ അല്ലാഹ്. കടലിലും കരയിലും ഇറങ്ങുന്ന പാവങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. സലാമത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. നിന്റെ വിഭവങ്ങൾ, ഉൽപ്പന്നങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. കച്ചവടക്കാർക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. കർഷകന്മാർക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. പ്രവാസികൾക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അധ്വാനിക്കുന്നവർക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അധ്യാപകന്മാർക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. പഠിതാക്കൾക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. കുട്ടികളെ നല്ല മാർക്കോടെ പാസ്സാക്കണേ അല്ലാഹ്. ഇരുലോകത്ത് മുതൽ കൂട്ടാകുന്ന മക്കളാക്കണേ അല്ലാഹ്. മക്കളെ കൊണ്ട്, ശിഷ്യരെ കൊണ്ട് പറയിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ കൊണ്ട് മാതാപിതാക്കൾ, ഉസ്താദുമാരെയും പറയിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെല്ലാം നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാഹ്. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹ്മത്ത സയ്യിദിനാ മുഹമ്മദ്. تجاوز عن أمتي سيدنا محمد. اجعلنا من خيار أمته ومن محبيه. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. أشهد أن لا إله إلا الله واستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله واستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله واستغفر الله وأسألك الجنة وأعوذ بك من النار. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. السلام عليكم.